അച്ഛനെ പേടിച്ച് ഈ അമ്മ ഒരു കാടിൻ്റെ നടുവിൽ വഴി പോലും ഇല്ലാത്തിടത്താണ് ഈ കുഞ്ഞു മക്കളെയും കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നത്. അത്രയ്ക്കും പേടിച്ചാണ് ഈ കുട്ടികളെ വീടിനകത്ത് അടച്ചിടുന്നൊരവസ്ഥയാണ്. നമുക്കുമുണ്ട് മക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തിക്കുക, ഈ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുക. അത് മാത്രമാണ് ഈ മെമ്പർ എന്നൊക്കെ പറയണ മൈ മക്കളൊക്കെ നീയൊക്കെ എന്തിനാടാ ജനപ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? നിനക്കൊക്കെ ഈ പണിയും പറ്റത്തില്ല എങ്കിൽ ഇവരെ സംരക്ഷിക്കാനും ഉണ്ടാക്കാനും ഉയർത്താനൊന്നും പറ്റത്തില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്ത് തേങ്ങയ്ക്കാണ് ഈ വെള്ളമായിട്ടുണ്ട് ആൾക്കാരുടെ ലെയ് എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് നടക്കുന്ന വെള്ളി മൂങ്ങകളെ? അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. അവർ ഈ വർഷത്തെ പറയുന്നത് സ്വന്തം മകളാണ്. സ്വന്തം അച്ഛൻ പിടിക്കുന്നത് മറ്റുള്ളവർ പിടിക്കുന്നത് പോലെയല്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു 13 കമൻറ്റ് ഇട്ടു. ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് സ്ഥിരം കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ കാണുന്ന കൊച്ചു കുട്ടികളടക്കം വലിയ ആൾക്കാരടക്കം എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ഇതിനകത്ത് പെൺകുട്ടികളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അമ്മയാണോ അച്ഛനെയാണോ? വേറൊന്നുമല്ല, നിങ്ങളുടെ ഒരു സർക്കിളിനകത്ത് നിൽക്കുന്നതിനകത്തുള്ള ഏറ്റവും സ്നേഹം അച്ഛനോടാണോ അമ്മയോടോ? ഒന്ന് പറയണേ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് ഇഷ്ടം സ്വന്തം അച്ഛനെ തന്നെയാണ്. കാരണം എന്തോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ് അച്ഛൻ്റെ കൂടെ നടക്കാനും പുറത്ത് പോകാനും. അച്ഛൻ എല്ലാത്തിനും അതിനുള്ള ഫ്രീഡവും കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. അമ്മയെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ ഫ്രീഡം പെൺകുട്ടികൾ കൊടുക്കുന്ന അച്ഛന്മാരാണ് കൂടുതൽ കാണാറുള്ളത്. എന്നാൽ ചിലയിടത്തെങ്കിലും വിഭിന്നമായിട്ട് തളച്ചിടുന്ന ആണുങ്ങളും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു വിഷയം പറയാമെന്നുള്ള കാര്യം അങ്ങേയറ്റം നമ്മളെ മനസാക്ഷിക്ക് പോലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യമാണ് നിങ്ങളിനി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ അച്ഛൻ്റെ സങ്കല്പത്തിന് വിരുദ്ധമായി ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതകളിലേക്ക് ഒരു അച്ഛൻ ഒരു കാമത്തിൻ്റെ ലഹരിയിലേക്ക് വന്നാൽ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അയാളെ നമ്മൾ എന്ത് പേരാണ് വിളിക്കേണ്ടത്? മൃഗങ്ങളോട് ചേർത്ത് പോലും വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലുള്ള ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വിശദമായിട്ട് കാണാം. അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. അവർ ഈ വർഷത്തെ പറയുന്നത് സ്വന്തം മകളാണ്. സ്വന്തം അച്ഛൻ പിടിക്കുന്നത് മറ്റുള്ളവർ പിടിക്കുന്നത് പോലെയല്ല. മറ്റു തരത്തിലേക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം ഒരു പെൺകുട്ടി പറയണമെങ്കിൽ അത് എന്ത് മാത്രമായിരിക്കും ആ കുട്ടിയുടെ ഏറ്റവും കുട്ടികൾ സ്നേഹിച്ചിരുന്ന അച്ഛൻ ചെയ്തിട്ടുണ്ടാവുക? പരീക്ഷ പോലും എൻ്റെ മക്കൾ എഴുതിയിട്ടില്ല. ഇളയ മോളെ വായിക്കാത്തുണ്ടെന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്ന് പറഞ്ഞു വായിക്കൊണ്ടെന്ന് പോയി. ഇളയ മകളുടെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തു, അതും ശരീരം നന്നാവാനുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട്. തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ, ആരുടെ മിണ്ടാൻ തന്നെ പേടിയാ. കുട്ടികൾ 10ാം ക്ലാസ്സിലാണോ പഠിച്ചത്? ഇപ്പൊ 10ല് SLC പരീക്ഷ എഴുതിയിട്ട് അടുത്ത വർഷം ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം. ഓക്കെ, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളാണ് ഈ പരിപാടി ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ സാധനം അൻഷ വേൾഡ് എന്ന് പറയുന്നൊരു ചാനലിലാണ് ഈ സാധനം വന്നേക്കുന്നത്. ഈ അമ്മ ഇരിക്കുന്ന ആ ഒരു പിന്നാമ്പുറം, ആ ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ സ്ത്രീ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട്ടിനകത്ത് ആ കുട്ടികളായിട്ട് വളർത്തുന്നതെന്നുള്ള കാര്യം. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള അച്ഛന്മാർ ഈ സമൂഹത്തിലുണ്ട്. പെൺകുട്ടികളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന അച്ഛന്മാരെ എനിക്ക് നന്നായിട്ട് നേരിട്ടറിയാം. അതായത് പെൺകുട്ടികളെ ആൺകുട്ടികൾ എന്നുള്ള രീതിയിൽ, കാരണം സമൂഹത്തിനൊരു പൊതുബോധം ഉണ്ടല്ലോ, ആൺകുട്ടികൾക്കുള്ള ഫ്രീഡം മറ്റത് മറിച്ചത്, അങ്ങനെ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്ത തന്നെ രീതിയിൽ തന്നെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വെറും പെണ്ണായിട്ട് തന്നെ നീ അവിടെ ഇരി, അത് ചെയ്യരുത്, ആൺകുട്ടികൾക്കുള്ളതാണ്. ഒരു വീട്ടിൽ ആണും പെണ്ണും ജനിച്ചു കഴിഞ്ഞാൽ ആണിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും പെണ്ണിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വീട്ടുകാരെ നമുക്കറിയാം. അപ്പം അതിനപ്പുറത്തേക്കുള്ള ആണുങ്ങളുണ്ട്. അപ്പം ആ സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ എല്ലാത്തിനും വിഭിന്നമായിട്ടുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്. അതും ഇത്രയും ദുഷ്കരമായ സാഹചര്യത്തിൽ മദ്യം കൊടുക്കുന്നു, ശരീരഭാഗങ്ങളിലേക്ക് സ്പർശിക്കുന്നു. SLC പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വിളിച്ചു. ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി ഈ വീടിനകത്ത് അടച്ചിട്ട് ഞാൻ പോണടുത്ത് മൊത്തവും ഞാൻ പൊതുക്കി വെച്ച് ഞാൻ എൻ്റെ പെൺമക്കളെ കൊണ്ട് നടക്കി. ടെറസ് വീടാണ് മോളെ. അതിന് ഒരമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അതായത് ഈ നമ്മുടെ ഈ ഏറ്റവും വലിയ ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെയാണ്. അത് കോഴി മുട്ട അടവച്ച് വിരിയിച്ച് അത്രയും നാൾ ആഹാരം മര്യാദയ്ക്കൊന്നും കഴിക്കാതെ ആ കോഴി അടയിരുന്ന് ആ ഒരു കുഞ്ഞുങ്ങളായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പരുന്തറാഞ്ചാതെ, കാക്കറാഞ്ചാതെ, മറ്റൊരു ജീവികൾ കൊടുക്കാതെ, അഥവാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചും അതിനെ തിരിച്ചെടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ അമ്മ ഇറങ്ങുന്ന കാഴ്ച നമുക്കറിയാം. അതുപോലെ ആ അമ്മ താഴെയും തലയിലും ഒന്നും വയ്ക്കാതെ ആ കുട്ടികളെ കൊണ്ടു നടക്കുക.
പുറത്തുള്ളവരെ പേടിച്ചിട്ടല്ല, സ്വന്തം വീട്ടിൻ്റെ അകത്തുള്ള ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഭർത്താവിനെ, പങ്കാളിയെ പേടിച്ചിട്ട്, ആ കുട്ടികൾക്ക് ജന്മം നൽകിയ തന്തയെ ഓർത്ത്. വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ച് അവർ കിടന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേന് ശരീരം പകുതി ആ വെന്റിലേറ്റർ. ഒരു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എൻ്റെ മോളെ ഇങ്ങനെ മുട്ടി ഒരുമിക്കൊണ്ട് പോയി എൻ്റെ മക്കളെ കണ്ടാൽ മിണ്ടൂല. എൻ്റെ അടുത്ത് നീ മിണ്ടണ്ട, എനിക്ക് നീ 10 പൈസ നീ തരണ്ട, 10 പൈസ എനിക്ക് തരണ്ട മക്കളെ. അയാൾ ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ, 1 രൂപ പോലും എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ജനിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് 10 പൈസയുടെ ചിലവിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും കൊടുക്കാതെ വെന്റിലേഷൻ്റെ ആ ഭാഗത്തുകൂടെ ശരീരം എഴുത്തിട്ടിട്ട് ഉറങ്ങുന്ന കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു സംഭവത്തിന് തൊട്ടല്ലോ, അവൻ്റെ ആ സാമാനത്തിനെ കട്ട് ചെയ്ത് കളയണം. മനസ്സിലായില്ലേ? അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്തേക്ക് നമുക്ക് തോന്നിപ്പോകുന്നറിയാം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു ധീര ജവാൻ, അദ്ദേഹത്തിൻ്റെ മകളെ പീഡിപ്പിച്ചവനെ വെടിവെച്ച് കൊന്ന ആൾ. നമ്മൾ എന്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ അകത്ത് ചില സമയങ്ങളിലെങ്കിലും നമുക്ക് തോന്നുന്നു ഫ്രസ്ട്രേഷൻ്റെ പീക്കിലെത്തിയിട്ട് നിയമം കയ്യിലെടുക്കുന്ന ആൾക്കാരെ നമ്മൾ കാണും. അതിലൊരാളാണ് സ്വന്തം മകളെ പീഡിപ്പിച്ച് കൊന്നവൻ്റെ അഥവാ പീഡിപ്പിച്ചവനെ വെടിവെച്ച് കൊന്നത്. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മൾ ക്രിമിനലായിട്ട് കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയും നിങ്ങളുടെയും ഒരു കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അത് വളർന്ന് വലുതാക്കി അതിൻ്റെ ഓരോരോ പിച്ച വെച്ച് തുടങ്ങുന്നത് മുതൽ അതിൻ്റെ ഓരോരോ കളി ചിരി തമാശകൾ വലുതായി അഡോളസെൻറ്റിലേക്ക് കടന്ന് ഇവനെ ഇത്തരമൊക്കെ ആയി അവർ കല്യാണം കഴിച്ച് അവരുടെ പേരക്കുട്ടികളൊക്കെ ആവുന്നതൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇന്ന് പോലും കേൾക്കുന്നൊരു കാര്യമാണ് 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് ഒരുത്തൻ കൊന്നു. അവൻ്റെ പിന്നിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, ജുവനൽ തരത്തിലുള്ള പല കാര്യങ്ങളും കേസുകളടക്കമുണ്ട്. കഴിഞ്ഞ ദിവസം അനുപമ പത്മൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പോലും അവർക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ട്. ഞാനത് ഓക്കെ, ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് നമ്മളാരും ചോദ്യം ചെയ്യാൻ പാടില്ല, കോടതികളിലെ നിയമ വ്യവഹാരവും കാര്യങ്ങളും നടക്കുന്ന കാര്യമാണ്, എങ്കിലും പറഞ്ഞു പോകുന്നതാണ്. എന്നാലും ഇതുപോലുള്ള ആൾക്കാരെയും ചിലപ്പോൾ ഈ തന്തയെ പോലും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ വരും എന്നുള്ളൊരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. അമ്മയെ തല്ലിയാൽ 2 വശമുണ്ടല്ലോ, നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ സ്ത്രീ കരയുന്നു, വിഷമിക്കുന്നു, അവർക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഹെൽപ്ലെസ് ആണ്, സ്വന്തം കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, തന്ത തന്നെ ഈ പരിപാടി ചെയ്യുന്നു. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ സാമാനത്തിന് കട്ട് ചെയ്ത് കളയും. സീരിയസ്ലി അവിടെയൊക്കെ ആ പരിപാടി ഉണ്ട്. അതുപോലത്തെ പരിപാടി ഇവിടെ വരണ്ടേ? പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. നമുക്ക് അതുകൊണ്ടൊന്നും അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കത്തില്ല. വിദൂരമായിട്ടാണ് ആ ഒരു സംഭവം വരത്തില്ല. നിയമങ്ങൾ കർക്കശമാണെന്ന് പറഞ്ഞാലും ചില ഇവനെപ്പോലുള്ള ഞരമ്പുകൾ കാരണം മറ്റുള്ള ആണുങ്ങൾക്കും സമൂഹത്തിനും മൊത്തത്തിൽ പേരുദോഷമാണ്. 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കുന്നത്. നിനക്കറിയാമോ, തിരുവോണത്തിന് എൻ്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോൾ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി. 1 മാസം ആ വീട്ടിൽ പട്ടിണി. അത് നിമിഷം എൻ്റെ കൊച്ചുങ്ങൾ അയാളെ വലയിലാവും. അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നു, ഏത് സമയമാണെങ്കിലും ആ കുട്ടികൾ അയാളുടെ തലയിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇവരെ എന്തായാലും കയ്യാങ്കളി കാണിച്ചിട്ട് ഇവരെ ഒതുക്കിയതിന് ശേഷം എങ്ങാനും ആ സ്ത്രീകൾ ആ പുരുഷൻ അല്ലെങ്കിൽ ആ ഒരു വൃത്തികെട്ടവൻ ഈ കുട്ടികളെ ശരിക്കും എന്താ കാണുന്നത്? ജനങ്ങളിത് ഏറ്റെടുത്തേ മതിയാവും, അല്ലെങ്കിൽ നാളെ ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അയാളെ മുമ്പിൽ ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കഴിയാൻ എനിക്ക് ഒക്കില്ല. അന്ന് എന്നെ അടിച്ച ചേട്ടൻ മറ്റേ പോണോഗ്രഫി മറ്റേ സാമാനങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ അഡിക്ഷനുള്ള ആളാണെന്ന് തോന്നുന്നു. അതെല്ലാം കണ്ടിട്ട് അതിൻ്റെ തരത്തിലുള്ള ഇമാജിനറി വേൾഡിൽ, ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്നത് കൊണ്ട് അതുപോലെ ഭാര്യയോടും ആ ഒരു തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി പറയുന്നു. അവരെ എതിർത്തു. അതിനുശേഷം ഈ ഒരു സംഭവത്തിൻ്റെ അപ്പുറത്തേക്ക് മദ്യത്തിൻ്റെ പരിപാടികളുണ്ടല്ലോ, മക്കളുടെ അടുത്തേക്കൊക്കെ പോയിട്ട് മക്കളടുത്തും ആ ഒരു പരിപാടി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആളുള്ളൊരു ഫാൻറ്റസി വേൾഡാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല പോലീസുകാരന്മാരുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അവൻ്റെ നല്ല ഫാൻറ്റസി എല്ലാം തീരുമാനമാക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേനും എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു, മകളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിൻ്റെ വരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരു മദ്യപാനി സംശയരോഗി അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എനിക്ക് പെൺകുട്ടികളല്ലേ? 2 പെൺകുട്ടികൾ. എത്ര വയസ്സായി ചേച്ചി മക്കൾക്ക്? 16 15. ഇത് വാടക വീടാണ്. ഇത് വാടക വീടുമാണ്. 16 15 വയസ്സായ കൊച്ചു കുട്ടികൾ. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തണം. ഇതൊക്കെ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ ചൈൽഡ് ലൈനൊക്കെ ഡയറക്റ്റായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ കേസെടുക്കേണ്ട കാര്യമാണ്. സീരിയസ്ലി ഞാൻ പറയാം, ചൈൽഡ് ലൈൻ ആൾക്കാർക്ക് ഇതിനകത്ത് ഇടപെടാൻ വേറെ എന്തിരിക്കുന്നു? കാരണം 10 14 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾക്കെതിരെ ഈ ഒരു സംഭവം അതിക്രമം നടക്കുന്ന സമയത്ത് സീരിയസ്ലി അവർ ചൈൽഡ് ലൈൻ ഇതിനകത്ത് ആക്ഷൻ എടുത്ത് ആ നായിൻ്റെ മോനെ എത്രയും പെട്ടെന്ന് പിടിച്ച് അകത്തിടുന്ന പരിപാടി ചെയ്തിരിക്കണം. അത് ചെയ്യണം.
അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിൽ ഈ സമൂഹത്തിലുള്ള പെൺകുട്ടികളൊക്കെ സ്വന്തം തന്തയാലാണ് ഇത് നടക്കുന്നത്. നമ്മൾ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില വാർത്തകൾ കേൾക്കാറുണ്ട്, അച്ഛൻ പീഡിപ്പിച്ച് കുറേ വർഷം പീഡിപ്പിച്ച് മകളെ ഗർഭിണിയാക്കി അമ്മയെ അടിച്ച് ഉതവാതാക്കി ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ബീജത്തിനെ അതിനെ പ്രസവിക്കേണ്ടി വന്ന മകള് ജനിച്ച കുഞ്ഞിനെ ആ കുട്ടിയെ എന്താ വിളിക്കുക, ആ ജനിക്കുന്ന കുട്ടി ഈ അച്ഛനെ എന്ത് വിളിക്കുക, ഈ കുഞ്ഞ് അഥവാ ഈ അമ്മയായിട്ടുള്ള ആ സ്ത്രീ എന്ത് വിളിക്കുക? എന്താണ് അതിൻ്റെ ഒരു എങ്ങനെ നമ്മൾ പറയും ആ ഒരു മോറൽ സൈഡ്? ഇപ്പം സമൂഹത്തിൻ്റെ മൊറാലിറ്റി എന്നുള്ളൊരു കാര്യമൊക്കെ പറയും. നമുക്ക് എത്ര തന്നെ പറഞ്ഞിരുന്നാലും പുരോഗമനത്തിൻ്റെ വലിയ പീക്കിലേക്ക് പോകുന്ന ചില ആൾക്കാരൊക്കെ ഇതിനൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ന്യായീകരിച്ചെന്ന് വരാം. ഓക്കെ, അതൊക്കെ ഇതാണ്, മാനസികമാണ്. ഓക്കെ, ഇനി എന്തായിക്കോട്ടെ, മാനസികമാണെങ്കിൽ മാനസിക രോഗ ചികിത്സ കൊടുത്തിട്ട് അയാളെ അകത്ത് പിടിച്ചിടണം, മറ്റേ സെല്ലിലടയ്ക്കണം. ഇതിനെയും ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല. ഒരാളുടെ അസുഖമാണെന്ന് മാത്രം പറഞ്ഞ് ഇതാക്കാനും പറ്റത്തില്ല. ഇത് മദ്യപാനിയാണ്, ഇത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മൈൻഡ് കൺട്രോളെല്ലാം നഷ്ടപ്പെട്ടിട്ട് പൂർണ്ണമായിട്ടും അയാളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മറ്റൊരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അയാൾ എത്രയും പെട്ടെന്ന് ചൈൽഡ് ലൈനോ മറ്റുള്ള കാര്യങ്ങളോ അധികൃതരോ ഒക്കെ എത്രയും പെട്ടെന്ന് എടുക്കണം. ആ ഒരു സ്ത്രീ അവർ കഷ്ടപ്പെടുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ അഫാൻ അഫാൻ അയാളുടെ വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ നമ്മുടെ 24 ന്യൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാവുന്നു. അമ്മ വന്നിട്ട് ഇപ്പം മോനെ വേണ്ട, ആദ്യം വേണമെന്ന് പറഞ്ഞു, ഇപ്പം വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡ്രാമാറ്റിക്കലി നടക്കുന്നു. ഇപ്പം വീട് വേണം, സ്ഥലം വേണം, മറ്റുള്ള സംഭവങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തു കൊടുക്കാനൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോസ് ഈ അന്വേഷിക്കുന്ന ആൾക്കാർ കുറേ അധികം ഉണ്ട്. ആ കാര്യത്തെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇവിടെ സെയിം തിങ്, ഇത്രയും കഷ്ടപ്പെടുന്ന സ്ത്രീ, 2 പെൺമക്കളെയും കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സ്ത്രീ, ഈ സ്ത്രീകളൊക്കെ വേണ്ടി സഹായിക്കേണ്ടത്. ഇവരെയല്ലേ ഒരിടത്ത് പറിച്ചു നട്ടിട്ട് അവരെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് സമൂഹം കാത്തുരക്ഷിക്കേണ്ടത്. ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അഥവാ വളർന്നു വരുന്ന ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന മറ്റേ സൈലത്തിലെ അനന്തൂനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി അദ്ദേഹത്തിന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ചെയ്തു തരും. വിദ്യാഭ്യാസവും ചിലപ്പോൾ കൊടുത്തു തരും, ചിലപ്പോൾ അവരെ സഹായിച്ചെന്നും വരും. അങ്ങനെയൊക്കെയുള്ള നല്ല മനസ്സുകളുടെ അടുത്തേക്ക് ഒന്ന് എത്തിക്കാം. ഇപ്പം എൻ്റെ വീഡിയോ അല്ല, ആ വീഡിയോ അവരെ വീഡിയോ എത്തിക്കുക. സീരിയസ്ലി, അൻഷ വേൾഡ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. ഞാൻ ആ വീഡിയോ എൻ്റെ ഇതിനകത്ത് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോസ് ഒന്ന് പ്രചരിപ്പിക്കും, ആൾക്കാരിലേക്ക് എത്തട്ടെ. പുറത്തോട്ട് ഇറങ്ങി പോവാൻ എനിക്ക് കാട്ടിനിടയ്ക്ക് ഒരു വാടക വീട് എടുക്കാൻ കാരണം പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെയും വന്ന് ഈ കാട്ടിനിടയ്ക്ക് ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നോ? ഒരുപാട് വീട് ഞാൻ മാറി. ഇയാളെ പേടിച്ച് പഠിക്കുന്ന മോള് 2 10ലാണ് പഠിക്കുന്നത്. അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ? ഇല്ല. അച്ഛനെ പേടിക്കാൻ എന്താ കാരണം? അച്ഛൻ ഉപദ്രവിക്കുമല്ലോ ചെയ്യും. അച്ഛൻ ഒരുപാട് അടിക്കും. ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോൾ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിൽക്കാന്ന് പറഞ്ഞ് എന്നെ പട്ടിയലിനെ അടിച്ചത്. പട്ടിയെടുത്ത് അടിച്ചോ? എവിടെ മോളെ? അത് കാലിലാണ് അടിച്ചത്, കാലിന്റെ തോട. ഇത് സംഭവം ഭയങ്കരമായിട്ടുള്ള വയലേഷനാണ്. ഇതൊന്നും കണ്ടിട്ട് അധികൃതർ നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാന്ന് നമുക്ക് എഴുതി തന്നെ പറയാം. ഇതെന്തായിരുന്നാലും ആ ഒരു വീഡിയോ ഇപ്പോൾ 3 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിനകത്ത് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന സമയം വരെ ഇല്ലയെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നായിൻ്റെ മോൻ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇത് ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങി തിരിച്ചുകൊണ്ട് ആ ഒരു കുടുംബത്തിന് ഒരു നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്തണം. ഇത് കഷ്ടം. അത് ഭാഗത്ത് മുറിവായോ? അതവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറേ ദിവസം അങ്ങനെ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പുറത്തത്. മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം? അച്ഛൻ വിളിക്കുന്നിടത്തൊന്നും പോകത്തില്ല, പിന്നെ അച്ഛൻ്റെ അടുത്ത് നിൽക്കത്തില്ല. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ 2 പേർക്ക് അച്ഛൻ ഇത്ര ദേഷ്യം. പിതാവിനെ പേടിച്ച് എത്ര വർഷം 16-18 വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു. ഒരു കാക്കയ്ക്ക് പറന്നു പറ്റാൻ ഒരു ജില്ലയുണ്ട്. ഞാൻ എത്ര നാളെ ഈ മക്കളെ കൊണ്ട് ഈ പെൺമക്കളെ കൊണ്ട് ഞാൻ കണ്ടിട്ട് സങ്കടം വരുന്നു. അവർ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. ആ പുറകിൽ കാണുന്ന വീടൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞൊരു വാടക വീട്ടിൽ വേറൊരു നിസ്സഹായനായിട്ടുള്ള ഒരു അപ്പൂപ്പനെ നിൽക്കുന്നുണ്ട് സൈഡിൽ. ചിലപ്പോൾ ഇവരുടെ അച്ഛനാണെന്ന് തോന്നുന്നു. അദ്ദേഹമൊക്കെ ഉണ്ട്. നീ കണ്ടാലേ അറിയാം പൂർണ്ണമായ ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു ഫാമിലിയാണ്. സീരിയസ്ലി എന്നാ പറയുക. ഓടും രാത്രി എൻ്റെ ചെറിയ തോതുക്കാൻ മക്കളാ പകലടുത്ത് അടിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നു. പിടിച്ച് തള്ളി ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനടുത്ത് ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു ഗതിയോട് ഒരു പെണ്ണ് ഞങ്ങൾക്ക് കൊടുക്കല്ലേ ദൈവമേ. മെമ്പർമാരടുത്ത് പറഞ്ഞു ഞാൻ ഇനി പറയാ ലോകത്ത് ആളില്ല, ഒരു മനസാക്ഷി ഇല്ല. വീഡിയോ ജനങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ മക്കൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടില്ല. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്നുള്ളൊരു വാടക വീട്ടിലാണ് ഈ അച്ഛനെ പേടിച്ച് ഈ അമ്മ ഒരു കാടിൻ്റെ നടുവിൽ വഴി പോലും ഇല്ലാത്തിടത്താണ് ഈ കുഞ്ഞു മക്കളെയും കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നത്. അത്രയ്ക്കും പേടിച്ചാണ് ഈ കുട്ടികളെ വീടിനകത്ത് അടച്ചിടുന്ന ഒരു അവസ്ഥയാണ്. നമുക്കുമുണ്ട് മക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തിക്കുക, ഈ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുക. അത് മാത്രമാണ്
ഈ മെമ്പർ എന്നൊക്കെ പറയണ മൈ മക്കളൊക്കെ നീയൊക്കെ എന്തിനാടാ ജനപ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? നിനക്കൊക്കെ ഈ പണിയും പറ്റത്തില്ല എങ്കിൽ ഇവരെ സംരക്ഷിക്കാനും ഉണ്ടാക്കാനും ഉയർത്താനൊന്നും പറ്റത്തില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്ത് തേങ്ങയ്ക്കാണ് ഈ വെള്ളമായിട്ടുണ്ട് ആൾക്കാരുടെ ലെയ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുന്നത് വെള്ളി മൂങ്ങകളെ? ആ പാവപ്പെട്ട പിള്ളേർക്കും ആ പാവപ്പെട്ട സ്ത്രീക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എങ്കിൽ അവരെല്ലായിടത്തും കയറി ഇറങ്ങി നടന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നീയൊക്കെ എന്ത് കുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അവിടെ? ആ സ്വന്തം അച്ഛൻ്റെ പേരിലാണ് ക്രൂര പീഡനം നടക്കുന്നത്. എത്ര വീടുകൾ മാറി മാറി താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ വീട്. എൻ്റെയൊക്കെ പാസ്റ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തുമാത്രം ട്രോമയായിരിക്കും ആ പിള്ളേർ അനുഭവിച്ചുകൊണ്ടിരിക്കുക, എന്തുമാത്രം കഷ്ടമാണ് അവരനുഭവിക്കുന്നത്. എന്നിട്ട് കണ്ടിട്ടില്ല നടിക്കത്തില്ല. നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? സീരിയസ്ലി, അച്ഛൻ പീഡിപ്പിക്കുകയാണ്. അച്ഛനാണ്, വേറെ ആരുമല്ല, അച്ഛനാണ്. അത് പേടിച്ച് ഭയന്ന് ഓടുക അവര്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഇന്ന് വരെ ചൈൽഡ് ലൈനോ മറ്റുള്ള ആൾക്കാർ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും അധികാരികളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള കാര്യം തന്നെയാണ്. ആ കമന്റ് ബോക്സിൽ ഞാൻ ആ വീഡിയോ പിൻ ചെയ്ത് വെക്കാൻ ദയവായി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ പ്ലീസ്. ഈ നായിൻ്റെ മുതൽ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഇവിടുത്തെ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.